ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിപക്ഷം ബി.ജെ.പിക്കെതിരെ ഉയർത്തിയ പ്രധാന ആരോപണം ജാതി സെൻസസ് എടുക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ ബി.ജെ.പി മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇത് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നു, സെൻസസ് ആരംഭിക്കും അടുത്ത ഏപ്രിൽ, അതായത് 2025 ഏപ്രിൽ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. 2 ഘട്ടങ്ങളായിട്ടാണ് സെൻസസ് എടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഫെബ്രുവരി 9 തൊട്ട് 28 വരെ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ അമിത്ഷായോട് ചോദിച്ചു, ജാതി സെൻസസ്, അതായത് ജാതി ഈ സെൻസസിൽ രേഖപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞത്, ഈ സെൻസസിൻ്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയാമെന്നാണ്. അതായത് ജാതി സെൻസസും ജാതി ഉൾപ്പെടെയുള്ള സെൻസസ് ആയിരിക്കും എടുക്കുക. അതിനുശേഷം ഈ ജാതി വിവരങ്ങൾ പുറത്തു വിടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ജാതി സെൻസസ് ഉൾപ്പെടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെൻസസ് എടുക്കുന്നത്. അതായത് ആരൊക്കെ എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ ആവശ്യം ഇതോടുകൂടി കെട്ടടങ്ങുകയാണ്. കാരണം ഇനി ജാതി സെൻസസോ അല്ലെങ്കിൽ ജാതിയെപ്പറ്റിയോ പറയാനുള്ളൊരു വഴി രാഹുൽ ഗാന്ധിക്ക് അടഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മിസ് ഇന്ത്യ മത്സരത്തിൽ പോലും ജാതി സംവരണമില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇനി എന്തു പറയുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.